ഹലോ ബുദ്ധിമണീസ് മകളെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള മെഥനോളിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിത് അവിടെ ഒരു മൈൻഡ് മാപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 1 മാർക്കിന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പോവാം. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അത് പോയിസൺ ആണ്. പിന്നെ അതിൻ്റെ യൂസ് എന്താ, വാർണിഷ് ഉണ്ടാക്കാനും ഫോർമാലിൻ ഉണ്ടാക്കാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഒരു കോഡ് വെച്ച് അങ്ങ് സെറ്റാക്കിയാലോ. മെതിലെ മെത്ത് മരിക്കുക. മെതിന് 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. മെതിലെ മേ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ മേയും മരത്തിൻ്റെ മേയും. മരം എന്ന് പറഞ്ഞാൽ വുഡ് അല്ലേ, അപ്പോൾ മെഥനോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. മരം വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. പിന്നെ മരിക്കല്ലേ, മരിക്കുമ്പോൾ എന്താ, പോയിസൺ കഴിച്ചല്ലേ മരിക്കുക, അപ്പോൾ പോയിസൺ ആണ്, മരിക്കും. മെഥനോൾ കഴിച്ചാൽ മരിക്കും. അതിൽ തന്നെ ഉണ്ട് മെഥനോൾ മരണം അല്ലേ, മെഥനോൾ മരണം അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ ഏതിലാണ് മക്കളെ ഇട്ട് വയ്ക്കുക, ഫോർമാലിനല്ലേ സൂക്ഷിക്കുക. അപ്പോൾ ഫോർമാലിൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മെഥനോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, വുഡ് സ്പിരിറ്റ് അല്ലേ, മരല്ലേ, മരത്തിൻ്റെ മുകളിലല്ലേ നമ്മൾ വാർണിഷും പെയിൻറ്റും ഒക്കെ അടിക്കുക. അപ്പോൾ വാർണിഷും പെയിൻറ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മെഥനോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഓള് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, ഓള് കണ്ടു കഴിഞ്ഞാൽ മെഥനോളായാലും എന്തായാലും ഓള് കണ്ടു കഴിഞ്ഞാൽ പെയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഓളെ മുഖത്ത് ഭയങ്കര പെയിൻ്റാണെന്ന് വെറുതെ ആലോചിച്ച് വെച്ചാൽ മതി, നമുക്ക് മാർക്ക് കിട്ടിയാൽ പോരെ. യെസ്, അപ്പോൾ ഈ ഒരു കാര്യം പെട്ടെന്ന് സെറ്റായെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നല്ലൊരു കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തു.